കാരണം ഇത് ഒരു കുത്തനെയുള്ള ഇറക്കമാണോ? എങ്ങനെയാണ് ആ റോഡിന്റെ സ്വഭാവം? ഇതിപ്പോ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ നടക്കുന്ന മേഖലയാണ് എന്ന് പറയപ്പെടുന്നു. ഒപ്പം തന്നെ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഈ തീർത്ഥാടകർ വരുന്ന മേഖലയാണ്. വലിയൊരു പിഴവ് ഈ ലോറി ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഈ തൊട്ടടുത്ത് ഇത്ര താഴ്ചയുള്ള പ്രദേശങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കൈവരി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം അവിടെ ഏർപ്പെടുത്താനൊന്നും കഴിഞ്ഞിരുന്നില്ലേ? ആ രീതിയിൽ ഒരു മുന്നറിയിപ്പിന്റെ ഒരു അഭാവം ഈ അപകടത്തിലേക്ക് നയിച്ചു എന്ന് പറയാൻ കഴിയുമോ കണ്ണൻ? മുന്നറിയിപ്പിന്റെ അഭാവം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം അവിടെ ആര്യങ്കാവ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 4 അയ്യപ്പ ക്ഷേത്രങ്ങൾ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. അച്ചൻകോവിൽ, ആര്യങ്കാവ്, കൊളുത്തൂപ്പുഴ, ശബരിമല. ഈ 4 ക്ഷേത്രങ്ങളാണ് പ്രധാനപ്പെട്ട അയ്യപ്പ ക്ഷേത്രങ്ങൾ. അതിൽ ശബരിമല ദർശനം കഴിഞ്ഞ് അച്ചൻകോവിൽ, ആര്യങ്കാവ്, കൊളുത്തൂപ്പുഴ ക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തിയ ശേഷമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തന്മാർ മടങ്ങിപ്പോകുന്നത് പതിവ്. അങ്ങനെ ആ ദർശനത്തിൽ കൂടി എത്തിയതായിരിക്കാം ഇവരെന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കാര്യം അവിടെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും ഈ പ്രദേശത്തെ കുറിച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാർ കൂടുതലായി എത്തുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സൈൻ ബോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിലും കുത്തനെയുള്ള ഈ കൊക്ക പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അവിടെ വാഹനങ്ങൾ മറിയാതിരിക്കാൻ സുരക്ഷാ വേദി, അതായത് ഇരുമ്പിന്റെ വലിയ ബാർ ഉപയോഗിച്ചിട്ടുള്ള സുരക്ഷാ വേദിയൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഡ്രൈവറുടെ ഒരു അശ്രദ്ധ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. കാര്യം അവിടെ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെയുള്ള ആൾക്കാർ സാധാരണ ഇവിടെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാര്യം പലപ്പോഴും ഈ കൃത്യമായ റോഡ് അറിയാതെ വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ആര്യങ്കാവിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് പുളിയറ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ പ്രദേശമാണ്. തമിഴ്നാട്ടിൽ നിന്ന് നേരെ ഹെയർപിൻ വളവ് കടന്നാണ് നമുക്ക് കേരളത്തിലേക്ക് കിടക്കേണ്ടത്. അവിടെയൊക്കെ തന്നെ വലിയ സുരക്ഷിതമായ രീതിയിൽ തന്നെ വാഹനം ഓടിക്കണം. അവിടെ കയറ്റവും ഇറക്കമൊക്കെ തന്നെയുള്ള പ്രദേശമാണ്. ഈ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തേക്ക് പോയാലും അവിടെയൊക്കെ തന്നെ കയറ്റവും ഇറക്കമൊക്കെ തന്നെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായി ഓടിക്കുക. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാർ ഗിയറിൽ തന്നെ വാഹനം ഓടിക്കണം. അല്ലാത്ത പക്ഷം ഈ സ്റ്റിയറിംഗ് കയറി ജാമാവാനും അങ്ങനെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. പക്ഷേ സാധാരണ ഈ ടോസ് വണ്ടിയുടെയൊക്കെ ആൾക്കാർ, ഈ ലോറിയുടെയൊക്കെ ആൾക്കാർ പല സമയങ്ങളിലും പലപ്പോഴും ഈ ഗിയർ ന്യൂട്രലാക്കിയിട്ട ശേഷം ഇന്ധനം ലാഭിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഈ വാഹനത്തിന്റെ കീ പോലും ഓഫ് ചെയ്യുന്ന രീതിയുണ്ടെന്നാണ് നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു വാഹനം ഓടിപ്പാണ് അപകടത്തിന് കാരണമെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. കാരണം ഈ ആറ്റിൽ നിന്ന് ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ? ഇപ്പോൾ ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പാതയാണല്ലോ, അതുവഴി വരുന്ന മറ്റ് തീർത്ഥാടകരെ വഴിതിരിച്ച് വിടുന്നുണ്ടോ? ഗതാഗതം അവിടെ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ്? അവിടെ വഴിതിരിച്ചു വിടാനുള്ള ഒരു മാർഗമില്ല ഉമേബാൻ. കാര്യം ഒരു ഒറ്റപ്പാതയാണ്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴിയുള്ള ഒരു ഒറ്റപ്പാതയാണ്. അവിടെ ഒരു സൈഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിടുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം അവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെ ഒട്ടേറെ അയ്യപ്പ ഭക്തന്മാർ വരുന്ന ഒരു പ്രദേശം മാത്രമല്ല, ഈ പ്രദേശത്തുകൂടി കേരളത്തിലേക്ക് വരുന്ന ഒട്ടേറെ ചരക്ക് വാഹനങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറിയുമായൊക്കെ തന്നെ വരുന്ന ഒട്ടേറെ ചരക്ക് വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളൊക്കെ തന്നെ കടന്നു പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. പക്ഷേ അപകടം ഉണ്ടായ സമയത്ത് ഏതാണ്ട് ഒരു മണിക്കൂറിലധികം അവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഗതാഗത കുരുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നം ഇപ്പോൾ കൊല്ലൂർ ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ തന്നെയും ഒരു സൈഡിൽ കൂടി വാഹനം കടത്തിവിട്ട് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കാരണം ഇതിപ്പോ CCTV ഉള്ള മേഖലയാണോ എന്നുള്ളത് അറിയില്ല. എങ്കിലും ആ ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമാണ് എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിരുന്നാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് കാര്യമായിട്ടുള്ള തകരാർ ആ ലോറിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ലോറിയിൽ ലോറി ഡ്രൈവർ മാത്രമാണോ ഉണ്ടായിരുന്നത്? ക്ലീനർ ഉണ്ടായിരുന്നോ? ലോറിയിൽ 2 പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിന്റെ ആ ലോറിയുടെ ഉള്ളിൽ 2 പേരുണ്ടായിരുന്നു. അവർ ആരൊക്കെയാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. കാര്യം അവർ തമിഴ്നാട് സ്വദേശികളാണ്. ലോറി തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിയാണ്. ആ ലോറിയിലെത്തിയ ആൾക്കാർക്കാണ് ഇപ്പോൾ ആ ലോറിയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്, അയാളുടെ സഹായിക്കും പരിക്കേറ്റിട്ടുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അങ്ങനെ 30 പേർക്ക്, 28 പേർ ബസ്സിലുണ്ടായിരുന്നു, ബാക്കി 2 പേർ, അങ്ങനെ 30 പേർക്ക് അവിടെ പരിക്കേറ്റുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇതിപ്പോൾ പുലർച്ചെ 3:45 നടക്കുന്ന അപകടമാണല്ലോ. എന്നിരുന്നാൽ തന്നെയും ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഈ കടകളൊക്കെ തുറന്നിരിക്കാറുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും ഈ പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞു അല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അവരെ പെട്ടെന്ന് അവിടെ ഈ പല ആൾക്കാരുണ്ടായിരുന്നു, പല ഈ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഈ ചെക്ക് പോസ്റ്റൊക്കെ ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ പെട്ടെന്ന് ഇടപെട്ട് ഈ ആൾക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചത്.